വിഘ്നേശ്വരായ നമഃ. എല്ലാ ജ്യോതിഷ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നമസ്കാരം. ഇന്ന് നമ്മൾ സംഖ്യാശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് സംഖ്യാശാസ്ത്രത്തിന് വലിയ വലിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ ജന്മമാസം സ്വഭാവം പറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ ജനിച്ച മാസത്തിൽ പലർക്കും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് ഏതൊക്കെ മാസത്തിനാണോ നമ്മൾ ജനിച്ചത് ആ മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വഭാവവും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയാൻ കഴിയും. സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരാളുടെയും ജനന തീയതി, മാസം, ജനന സമയം എന്നിവ നിർണായകമാണ്. അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും, ഭാവി എന്തായിരിക്കും, ജന്മലക്ഷ്യം എന്തായിരിക്കും, ഇതൊക്കെ തീരുമാനിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. മാത്രമല്ല ഈ ഘടകങ്ങൾ അവരിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്രം ജനനമാസത്തിനും സമയത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്നു. ഓരോ മാസത്തിലും ജനിക്കുന്നവർക്ക് ഓരോ പ്രത്യേകതകളും രീതികളുമാണെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ജനനം നടന്ന ആൾക്കാരുടെ ഓരോ മാസവും അവരുടെ സംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കാം. ആദ്യമേ പറയാം, ജനുവരി മാസത്തിൽ ജനിച്ചവരുടെ കാര്യമാണ്. സൗന്ദര്യവും ആകർഷണീയതയും ഉണ്ടായിരിക്കുന്നവരായിരിക്കും. വസ്ത്രധാരണം മോടിയാവണം എന്ന നിർബന്ധമുണ്ടാകും ഇവർക്ക്. എല്ലാ കാര്യത്തിലും ബഹളം കാണിക്കുന്നവരാണ്. വലിയ വൈകാരിക പ്രകടനം കാണിക്കില്ല. മുറിവുണങ്ങാൻ സമയമെടുക്കുന്ന ശരീരപ്രകൃതിയാണ് ഇവർക്ക്. പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യം കാട്ടും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള കഴിവും ഈ ജനുവരി മാസത്തിൽ ജനിച്ചവർക്കുണ്ട്. കുട്ടികളോടുള്ള സ്നേഹം, കുറച്ച് അസൂയ, കുറച്ച് വിധേയത്വം, പൊതുവെ വിനീത സ്വഭാവമൊക്കെ ആയിരിക്കും ഇവർക്ക്. ഒപ്പം ഉറച്ച നിലപാടുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളിലും പ്രത്യേകമായ കാര്യങ്ങളായിരിക്കും അവർ ചിന്തിച്ചു കൂട്ടുന്നത്. അത് തന്നെ ഫെബ്രുവരി മാസത്തെ പറ്റി നോക്കിയാൽ ആ മാസത്തിൽ ജനിച്ചവർക്ക് അവ്യക്തമായ ചിന്തകൾ ഭരിക്കുന്നവരാണിവർ. യാഥാർത്ഥ്യത്തെയും മിഥ്യയെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ്. സാമർഥ്യമുള്ളവരും ബുദ്ധിയുള്ളവരുമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവർ. മാറി മാറി വരുന്ന വ്യക്തിത്വവും ആകർഷണീയതയും ഇവരുടെ പ്രത്യേകതയാണ്. കൂട്ടത്തിൽ ഏറ്റവും ലൈംഗിക ആകർഷണീയത ഉള്ളവരാണ് ഇവർ. നാണം കുണുങ്ങികളാണ്. അധികം മിണ്ടില്ല. സത്യസന്ധരും വിധേയത്വം കാണിക്കുന്നവരും ലക്ഷ്യബോധമുള്ളവരുമാണ്. ഒപ്പം ഇവർ സ്വാതന്ത്ര്യദാഹികളുമാണ്. സ്വാതന്ത്ര്യം അനുവദിച്ചില്ലെങ്കിൽ പ്രശ്നക്കാരാകും. ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കും. ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഇവർ വേണ്ടെന്ന് വയ്ക്കാറുമില്ല. പക്ഷേ അനാവശ്യ കാര്യങ്ങളിൽ തല വയ്ക്കാറുമില്ല. സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാൻ താല്പര്യമുണ്ടെങ്കിലും പ്രകടിപ്പിക്കില്ല. വിനോദവും വിശ്രമവും ഇക്കൂട്ടർക്ക് ഇഷ്ടമാണ്. പ്രണയം പ്രകടിപ്പിക്കില്ല. മിതവ്യയം കാണിക്കുന്നവരാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പിറന്നവർ. അടുത്ത മാർച്ച് മാസത്തിൽ പിറന്നവരുടെ പ്രത്യേകതകളാണ്. ആകർഷകമായ വ്യക്തിത്വം, സെക്സി ആയിരിക്കും. പുരുഷനായാലും സ്ത്രീയായാലും മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന സ്വഭാവം. നാണം കുണിങ്ങുകളായിരിക്കും. തികച്ചും സത്യസന്ധരാണ്. സ്വകാര്യത സൂക്ഷിക്കുന്നവരാണ്. ആഭിജാത്യവും സഹതാപവും ശാന്ത സ്വഭാവവും ഉള്ള ഇവർ. ഇതൊക്കെയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ എളുപ്പം ദേഷ്യം വരികയും വികാര തരളിതരാവുകയും ചെയ്യും. ചുംബിക്കാൻ ഇവർ മിടുക്കരാണ്. ആരെയും കയറി ചുംബിച്ചു കളയും. ഇവർ വിശ്വാസയോഗ്യരും ദയവുള്ളവരുമാണ്. വളരെയധികം നിരീക്ഷണ സ്വഭാവവും ഒരു പ്രത്യേക പാഠവും ഒക്കെ ഇവർക്കുണ്ട്. ഇവർ നല്ല രീതിയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ. അതുപോലെ ഏപ്രിൽ മാസത്തിൽ ജനിച്ചവർ എതിർവാദങ്ങൾ അംഗീകരിക്കുവാനും ഒത്തുതീർപ്പിന് കീഴടങ്ങുന്ന മനസ്സുള്ളവരും മര്യാദക്കാരും രസകരമായി സംസാരിക്കുന്നവരും ഉറച്ച തീരുമാനമുള്ളവരും ശാന്തരും സംഭാഷണ പ്രിയരുമാണ് ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആൾക്കാർ. ദയയും സഹാനുഭൂതിയും കാണിക്കുകയും ചെയ്യും. മറ്റുള്ളവരോട് സഹകരിക്കും. ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം എന്നിവ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ കുലീനരും ഓർമ്മശക്തി ഉള്ളവരും ബുദ്ധിയുള്ളവരും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ലക്ഷ്യബോധമുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നവരാണ്. സംഗീതം, കായിക ഇനങ്ങൾ, യാത്ര എന്നിവ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവർ. ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇവർക്കുണ്ടാകും. അതുപോലെ തന്നെ മെയ് മാസത്തിൽ ജനിച്ചവർ ഏറ്റവും നല്ല കഠിന ഹൃദയമുള്ളവരാണ്. ഉന്നത ലക്ഷ്യങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ്. ഉന്നത ചിന്തകൾ പ്രദർശിപ്പിക്കും. എളുപ്പം ദേഷ്യപ്പെടും. മറ്റുള്ളവരെ ആകർഷിക്കും. അവരുടെ ശ്രദ്ധയ്ക്ക് പാത്രമാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. വികാര ജീവികളാണ് ഇവർ എന്നുള്ളതാണ്. ശാരീരിക മാനസിക സൗന്ദര്യമുള്ളവരാണിവർ. തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നവർ. എതിർലിംഗക്കാരോട് നാണമുണ്ടാകും. സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് ഇവർക്ക് പൊതുവെ ഉള്ളത്. അതുപോലെ തന്നെ സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവം മനസ്സിലാക്കി പെരുമാറുള്ള കഴിവും ഇവർക്കുണ്ട്. ഇടയ്ക്കിടെ ചെവി, കഴുത്ത് എന്നിവിടങ്ങളിൽ രോഗബാധ, നല്ല ഭാവനാശക്തി, നല്ല ശരീരഘടന, മോശം ശ്വസനം, കലയിലും സാഹിത്യത്തിലും അഭിരുചി, യാത്രകളിൽ ഹരം, അടങ്ങിയിരിക്കാൻ മടി, എപ്പോഴും എന്തെങ്കിലും ചെയ്യണമെന്ന ശീലം എന്നിവയും ഇവരിലുണ്ട്. മെയ് മാസത്തിൽ ജനിച്ചവർക്കുള്ള പ്രത്യേകതകളാണ്. അധികം മക്കളൊന്നും ഇവർക്കുണ്ടാകില്ല. പക്ഷേ ഇവർ ഉയർന്ന പരിശ്രമശീലം പ്രദർശിപ്പിക്കുന്നവരാണ്. ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തുന്നവരുമാണ്. അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ പിറന്ന ആൾക്കാർ
ഇവർക്ക് ഒരു പ്രത്യേക ഊർജ്ജസ്വലതയുണ്ട്, നല്ല വ്യക്തിത്വമുണ്ട്, നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കുകയും അതിൽ ജോലി ചെയ്യുന്നവർ നല്ല ജോലി ചെയ്യുന്നവരും അതുമൂലം കുടുംബം പച്ച പിടിക്കുകയും ചെയ്യുന്നവരാണ്. സൗഹൃദങ്ങളൊക്കെ സൃഷ്ടിക്കുകയും അതുപോലെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. എല്ലാവരെയും ആകർഷിക്കാൻ കഴിവുള്ളവരും സ്ത്രീയായാലും പുരുഷനായാലും ഒരേപോലെ തന്നെയാണ് പ്രവൃത്തികൾ. അതിന് പറ്റിയ ജീവിത പങ്കാളിയെ കണ്ടെത്തി ചില സമയങ്ങളിൽ ഇവർ അല്പം ക്രൂരത കാട്ടും. എന്നാലും ഇവർക്ക് കുറച്ച് ആരാധകരൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല സമയമാണ്. കലാരംഗത്ത് ശോഭിക്കുന്നവരാണ് ഇവർ. ചലച്ചിത്ര രംഗത്ത് പ്രമുഖ സ്ഥാനം നേടുകയും ചെയ്യും. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൽ പിറന്നവർ എല്ലാ കാര്യങ്ങളും ഒരു രഹസ്യ സ്വഭാവം ഇവർക്കുണ്ട്. ഇവരുടെ രീതികളും സ്വഭാവവും മനസ്സിലാക്കാൻ പ്രയാസമാണ്. വലിയ അഭിമാനികളായിരിക്കും. എപ്പോഴും ഉത്കണ്ഠയും ടെൻഷനും പ്രദർശിപ്പിക്കുന്നവരാണ്. ആർക്കും ഇവരെ എളുപ്പം പഠിക്കാനും പറ്റിക്കുവാനും ഒന്നും കഴിയില്ല. സത്യസന്ധരാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ ഇവർക്ക് വേഗം മനസ്സിലാകും. സൗഹൃദവും തന്ത്രവും ഒരുപോലെ കൊണ്ട് നടക്കുന്നവരാണ്. എളുപ്പം വേദനിക്കുന്ന ഇവർ തെറ്റുകൾക്ക് മാപ്പ് നൽകുമെങ്കിലും അത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കും. മറ്റുള്ളവരെ ശാരീരിക മാനസിക കാര്യങ്ങൾ ഉപദേശിക്കുമെങ്കിലും ഇവർ ചില കാര്യങ്ങളിൽ അത് മൈൻഡ് ചെയ്യാറില്ല. നല്ല നിരീക്ഷണ പാഠവും ഉണ്ടാകും. ഔദാര്യം, ദയ എന്നിവ കാണിക്കുകയും ചെയ്യും ഈ ജൂലൈ മാസത്തിൽ പിറന്നവർ. അതുപോലെ തന്നെ ആഗസ്റ്റ് മാസത്തിൽ പിറന്നവർ ദുഷ്കരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. മൃദു ഹൃദയം ഉള്ളവരാണ്. ഇവർക്ക് ആത്മനിയന്ത്രണം കാണില്ല. അമിത ആത്മവിശ്വാസം പ്രദർശിപ്പിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഉറക്കെ സംസാരിക്കുന്ന പ്രകൃതക്കാരാണ്. സ്ത്രീയായാലും പുരുഷനായാലും ജീവിതത്തിൽ ലക്ഷ്യത്തോടുകൂടി പെരുമാറുന്നവരാണ്. പലരോടും താല്പര്യമുണ്ടാകും. സ്ത്രീയായാലും പുരുഷനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണമുണ്ടാകുന്ന ഒരു പ്രത്യേക സ്വഭാവം ആഗസ്റ്റ് മാസത്തിൽ ജനിച്ചവർക്കുണ്ട്. പകൽ കിനാവ് കാണാനും താല്പര്യമുണ്ടാകും. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഇവർ പഠിക്കാൻ മടി കാട്ടും. സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ചില ഘട്ടങ്ങളിൽ ഇവർ പ്രതികാരദാഹികളാവും. അല്പം ദുരൂഹത ഇവരിലുണ്ട്. ആകാംക്ഷ, കളിതമാശ സ്വഭാവം, അല്പം വിമതസ്വരം എന്നിവ ഇവർക്കുള്ളതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലുള്ളവരുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. വളരെ കർക്കശക്കാരും ഊർജ്ജസ്വലരുമാണ് ഇവരെങ്കിലും എടുത്തുചാട്ട സ്വഭാവം ഇവർക്കുണ്ട്. മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും. മാനസികമായി കരുത്തുള്ള ഇവർ പ്രണയാതുരരും നയതന്ത്രജ്ഞരും സൗഹൃദം സൂക്ഷിക്കുന്നവരുമാണ്. ധീരന്മാരായവർ സാഹസികരും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമർത്ഥനുമാണ്. കുലീനരായവർക്ക് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടാകും. നല്ല ഓർമ്മശക്തിയും ഉണ്ടാകുന്നവരാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവർ. സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവരാണെങ്കിൽ സംഭാഷണ പ്രിയരാണ്. ഇവർ തങ്ങളെ സ്നേഹിക്കുന്നവരെ തിരികെ സ്നേഹിക്കുന്നു. വലിയ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവർ മാനസിക ശാരീരിക സൗന്ദര്യമുള്ളവരായിരിക്കും. ധൈര്യമുള്ളവരാണ്. ഇടയ്ക്ക് കോപമൊക്കെ ഉണ്ടാകും, എങ്കിലും പെട്ടെന്ന് ഇണങ്ങുകയൊക്കെ ചെയ്യും. വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അശക്തരായ ഇവർ പകൽക്കിനാവിന്റെ ആൾക്കാരാണ്. കാണാൻ സുന്ദരന്മാരും സുന്ദരികളുമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ ഈ ഒക്ടോബറിൽ പിറന്നവർക്ക് ഒരുപാട് പ്രത്യേകത. കലാ കായിക രംഗത്ത് മികച്ച കഴിവ് ഉള്ളവരായിരിക്കും ഇവർ. അതുപോലെ നവംബർ മാസത്തിൽ പിറന്ന ആൾക്കാരാണെങ്കിൽ നല്ല വിശ്വസ്തത, വിധേയ സ്വഭാവം എന്നിവയുള്ളവരാണ്. അധികം സ്വപ്നങ്ങൾ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ അപകടകാരികളുമാണ്. ലൈംഗിക ആകർഷണീയത ഉണ്ടാവും ഇവർക്ക്. പൊതുവേ കളിതമാശ കാണിക്കുന്ന ഇവർ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സാമൂഹിക ബന്ധങ്ങൾ ഇവർക്ക് കാണും. ഭയരഹിതമായിരിക്കും പൊതുവെ ഇവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസത്തിൽ പറഞ്ഞവർ ചങ്ങാത്തം കൂടുമ്പോൾ ഇവരെ മുറുകെ പിടിക്കുന്ന ചില കാര്യങ്ങൾ ആരോടും വിട്ടു പറയാറില്ല. ഡിസംബർ മാസത്തിൽ പിറന്നവരാണെങ്കിൽ സൗന്ദര്യമുള്ളവരായിരിക്കും. കുലീന മുഖമുദ്രയാണ് ഇവരുടെ എല്ലാ കാര്യത്തിലും കാണുക. മത്സര സ്വഭാവം, അതുപോലെ അമിത വേഗം, ആഗ്രഹം, മേധാശക്തി എന്നിവ കാണിക്കുന്നവരായിരിക്കും. കായിക ഇനങ്ങളിൽ മികവുണ്ടാകും. ഇവരെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. സ്ത്രീയായാലും പുരുഷനായാലും ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഇവർ ഇടപെടുന്നത്. വളരെ പ്രണയാതുരമായ മനസ്സുള്ളവരാണ് ഈ ഡിസംബർ മാസത്തിൽ പിറന്നവർ. ദീർഘദൃഷ്ടി ഇവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവരെ എല്ലാവർക്കും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. എല്ലാത്തിലും ഏറ്റവും മികച്ചതാഗ്രഹിക്കുന്നവർ തമാശക്കാരുമാണ്. സംഭാഷണ ചാതുരി കൂടിയിരിക്കും. എങ്കിലും ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റുന്ന ആളായിരിക്കും ഡിസംബർ മാസത്തിലെ സ്ത്രീയും പുരുഷനുമൊക്കെ. അപ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഇതൊക്കെയാണ് പറയുന്നത്. ജന്മമാസം സ്വഭാവം പറയും എന്നുള്ളത് കൃത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജന്മമാസം വെച്ച് നിങ്ങൾ ഇതൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇനിയും അടുത്ത ഒരു പങ്ക്തിയുമായി വീണ്ടും എത്താം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല നമസ്കാരം.